ഹലോ, ഹായ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശ്വേത ഒഫീഷ്യൽ. ഞാനെന്താ വീടിൻ്റെ പുറത്ത് നിൽക്കണമെന്നുള്ളത് മനസ്സിലായോ? എപ്പോഴും എനിക്ക് റിക്വസ്റ്റ് വരുന്നതാണ് കമൻറ്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഒരു ഹോം ടൂർ ചെയ്യുമെന്ന് വെച്ചിട്ട് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഇന്ന് പിന്നെ അത് ചെയ്തേക്കാമെന്ന്. അതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്. അമരാവതിയിൽ നിന്നാണ്, അങ്കമാലിയിലാണ്. കുറച്ച് ഉള്ളിലേക്കായിട്ടുള്ള സ്ഥലമായിട്ടത്. കാരണം റോഡിൻ്റെയും ബാക്കി ട്രാഫിക്കിൻ്റെ ഒരു ബഹളമൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിലേക്കായിട്ടുള്ളൊരു സ്ഥലമാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ അടുത്ത് തന്നെ എയർപോർട്ട് ജസ്റ്റ് ഹാർഡ്ലി 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഇവിടെ നിന്ന്. അതേപോലെ സ്കൂളുണ്ട്, വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ, പിന്നെ ആദിശങ്കർ എഞ്ചിനീയറിംഗ് കോളേജും നോർമൽ കോളേജും ഒക്കെ ഉണ്ട് അവിടെ. ആർട്സ് ആൻഡ് സയൻസിൻ്റെ കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ വീട്. അമരാവതി എന്നാണ് വീടിൻ്റെ പേര്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മന്ത്സിൽ കൂടുതലായി. അപ്പോൾ ഞങ്ങളുടെ വീട് കണ്ടാലോ, 2 സെക്ഷനായിട്ടാണ്. ഇവിടുന്ന് പുറത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അതാണ് ശരിക്കുള്ള വീട്. ഇത് ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ. അവിടെ കാർ പാർക്കിങ്ങും അതേപോലെ തന്നെ മേളിലൊരു ചെറിയൊരു ഓഫീസ് റൂമുണ്ട് ഞങ്ങളുടെ. അതുകൂടാണ്ട് ഒരു ഡ്രൈവേഴ്സ് റൂമും ഒരു ചെറിയൊരു പാൻട്രി പോലത്തെ ഒരു സ്പേസും പിന്നെ അതുകൂടാണ്ട് ഒരു വാഷ്റൂം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറില്ലേ, നമുക്ക് നേരിട്ട് വീടിൻ്റെ അകത്തേക്ക് പോരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീട് കണ്ടാലോ. ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലമാണിത്. കാരണം ഇവിടെ വെളുപ്പിന് വരാണെങ്കിൽ ഒരു 6 o'clock ആ ഒരു ടൈമിലൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര രസം. ഇവിടുത്തെ ഒരു മൂഡ് 6 to 7, ഒരു 5:30 to 6, 7 വരെയുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഈസ്റ്റ് സൈഡ്. അപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കാം. പിന്നെ അപ്പുറത്തെ വളപ്പിൽ 2 മയിലുകളുണ്ട്. അത് ചിലപ്പോൾ ഇതിൽ കൂടെയൊക്കെ നടക്കണ കാണാം. എൻ്റെ സ്റ്റോറിയിൽ മിക്കവാറും കണ്ടിട്ടുണ്ടാകും എല്ലാവരും. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടാറുണ്ട്. ഇടയ്ക്ക് രാവിലെ വിസിറ്റ് ചെയ്യും. പ്രാവുണ്ട് അപ്പുറത്തെ വളപ്പിൽ, പശുവിനെയൊക്കെ കൊണ്ട് കെട്ടുന്നത് കാണാം. അപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹിച്ച ഒരു സ്പേസാണ് ഇതുപോലെ. ഒത്തിരി ട്രാഫിക്കിൻ്റെ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് ഒന്ന് കാമായിട്ടുള്ള സ്ഥലത്ത് സെറ്റിൽ ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട് വെച്ചതാണ് ഇവിടെ അങ്കമാലിയിൽ. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നത് നിങ്ങൾ സിറ്റ് ഔട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ ഭയങ്കര സുഖമാട്ടോ. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. കാഴ്ചകളൊക്കെ കണ്ട് വേറെ പ്രത്യേകിച്ച് വണ്ടികളും ബഹളങ്ങളും ഒന്നുമില്ല, കുറേ പച്ചപ്പ് മാത്രം ചുറ്റിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര, ഞങ്ങൾക്ക് ഈവനിങ് ടൈമിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സിറ്റ് ഔട്ടിലാണ് കേട്ടോ. ഇനി വീടിനകത്തേക്ക് കയറാം. നമ്മൾ കയറി വരുന്നത് ഫോമൽ ലിവിങ്ങിലേക്കാണ്. നിങ്ങൾക്ക് അകത്തൊക്കെ ഇനി കാണുമ്പോൾ മനസ്സിലാവും. ഇറ്റ്സ് ലൈക്ക് കുറച്ച് ഷെയ്ഡ്സ് ഉള്ളൂ കേട്ടോ വീട്ടിൽ. വൈറ്റ്, അതുപോലെ ഈ വുഡിൻ്റെ ഷെയ്ഡ്, പ്ലാന്റ്സിൻ്റെ ഗ്രീൻസ് കാണുമായിരിക്കും, പിന്നെ ബ്ലാക്ക്. ഈ ഒരു 4 കളേഴ്സാണ് ഹൈലൈറ്റ് ആയിട്ട് വീടിൻ്റെ ടോണായിട്ട് നിൽക്കുന്നത്. പിന്നെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി 2021-22 ആ ഒരു സമയത്താണ് ഈ പ്ലോട്ട് മേടിച്ചത്. പിന്നെ എപ്പോഴെങ്കിലും വീട് പണിയാലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ നമുക്ക് എന്നാൽ പിന്നെ വീട് പണിതേക്കാം. കാരണം ഞങ്ങളുടെ ട്രാവലും ഒത്തിരി കൂടുതലായിരുന്നു. എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുരളിയുടെ വീട് ആലപ്പിയാണ്, അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എൻ്റെ വീട് ഇവിടെ അങ്കമാലിയാണ്, ഇവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ചെന്നൈയിൽ കുറച്ച് ദിവസം താമസം. അപ്പോൾ ഈ ഷട്ടിലടി കാരണം ഞങ്ങൾക്ക് മടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ എന്നാൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ഡൗൺ ആവാമെന്ന് വന്ന് എന്നാൽ വീട് വെച്ചാലോ എന്നങ്ങനെ ഒരു ആലോചന വന്ന് ഔട്ട് ഓഫ് നോവെയർ ഒരു ദിവസം മുരളി പറയായിരുന്നു, ലൈക്ക് ഞങ്ങളുടെ വീട് പണിതത് ഡിക്കാസ എന്ന് പറഞ്ഞിട്ട് അങ്കമാലിയിൽ ഒരു ആർക്കിടെക്ട്, ആ ഒരു ഗ്രൂപ്പാണ് നമുക്ക് പണിത് തന്നത്. ഇവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് തന്നെയാണ്, ജോൺ പോൾ പടയാട്ടിൽ, ആൻ്റണി പടയാട്ടിൽ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ ഈ വർക്ക്, വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ചെയ്തത്. ഇവരാണ് ആർക്കിടെക്ട്സ് വീടിൻ്റെ. അപ്പോൾ മുരളി ഒരു ദിവസം പെട്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ജോണിൻ്റെ അടുത്ത് പറഞ്ഞു വീടിൻ്റെ ഡിസൈൻ ചെയ്ത് തുടങ്ങിക്കോളാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം ഇത്രയും പെട്ടെന്നോ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പറയില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ 2022 സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് കല്ലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ഡിസംബറിലാണ് പണി തുടങ്ങുന്നത്. കഴിഞ്ഞ മെയ് ആയപ്പോഴത്തേക്കും, ഈ കഴിഞ്ഞ മെയ് 2024 മെയ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങോട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഹാർഡ്ലി ഒരു 1.5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ പണി തീർത്തൊരു വീടാണ്. ഞങ്ങൾ രണ്ടുപേരും ട്രാവലായിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നു, ബിസിനസ്സും കാര്യങ്ങളായിട്ട്. മുരളിയുടെ ട്രാവല്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരുപാട് തിരിഞ്ഞു നോക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഇൻപുട്സ് ഏത് നേരം വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളില്ലെങ്കിൽ പോലും നമ്മുടെ ഒരാളായിട്ട് അവരെ നിന്ന് ഇവിടെ ഇത് പണിയിപ്പിക്കായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡേ അല്ലായിരുന്നു. കാരണം ഇവർ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഇങ്ങനെ റെസ്പോൺസിബിളായിട്ട് ഒരു ടീം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡേ ആയിരുന്നില്ല. പിന്നെ ഇവിടെ അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ 1.5 ഇയേഴ്സിനുള്ളിൽ വീട് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറിയത്.
അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇത് ചെയ്തത് ആർക്കിടെക്ട്സിൻ്റെത് ഡിക്കാസ് അങ്കമാലി എന്ന് പറഞ്ഞിട്ടാണ്, 2 പേരാണ് ചെയ്യുന്നത്. ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും എന്തെങ്കിലും ഈ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ ഞാൻ ഇട്ടേക്കാം. അവരുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവർ വരുമായിരിക്കും, അവർ ഓക്കെ ആണെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ അവരാരാന്നുള്ളത് നേരിട്ട് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ വുഡൻ വർക്ക്സ് കാണാൻ പറ്റും. ഞങ്ങൾക്ക് 2 പേർക്കും ആക്ച്വലി ഒരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞൊരു കാര്യം, 2 പേരും ഈ ട്രാവലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലത്ത് സ്റ്റേ ചെയ്യും. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ എനിക്കൊരു വീടായിട്ട് ഫീൽ ചെയ്യണം, ഹോട്ടലായിട്ട് ഫീൽ ചെയ്യരുത് എന്നുള്ളൊരു കാര്യമായിരുന്നു 2 പേരും ഒരുപോലെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീട്ടിലേക്ക് കയറുന്നത്. നിങ്ങൾക്കറിയാം, ഭയങ്കര മിനിമലായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും കേട്ടോ. ഒരുപാട് ഫ്ലാഷി ലൈറ്റ്സോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് നിങ്ങൾ കാണില്ല. മിനിമലായിട്ടുള്ള സാധനങ്ങൾ, ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. പിന്നെ പറഞ്ഞത്, നന്നായിട്ട് വെന്റിലേഷൻ ഉള്ളൊരു വീടായിരിക്കണം, കുറേ വെട്ടവും വെളിച്ചമൊക്കെ കയറുന്നൊരു വീടായിരിക്കണം. ഇങ്ങനത്തെ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ആർക്കിടെക്ട്സിനോട് പറഞ്ഞതും. അപ്പോൾ അവരതനുസരിച്ചിട്ട് ഒരുപാട് മാറ്റിയിട്ടുള്ളൊരു വേർഷനാണ് ഞങ്ങൾക്ക് 2 പേർക്ക് ഓക്കെ എന്ന് പറഞ്ഞ് തോന്നിയൊരു സാധനമാണ് ലാസ്റ്റ് അവർ ഫൈനലി ഞങ്ങളെത്തി. ഇപ്പോൾ ഈ ഒരു വീട്ടിലെത്തി നിൽക്കുന്ന അങ്ങനെയാണ്. 2 പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തതാണ്. പിന്നെ മോസ്റ്റ്ലി ഇതിൻ്റെ ഇൻപുട്സ് കൂടുതൽ മുരളിയാട്ടോ. കാരണം ഞാൻ ഈ വർക്ക് കാരണം ട്രാവലിംഗ് ആയിരുന്നു, പിന്നെ ചെന്നൈയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കും. ഇവിടെ നിന്ന് മുരളി ഇത് നോക്കിയിരുന്നു. പക്ഷേ ഇടയ്ക്ക് മുരളിയുടെ ട്രാവൽ വരുന്ന സമയത്ത് നമ്മുടെ ഈ ആർക്കിടെക്ട്സ് ഇവിടെ നിന്ന് അവർ പണിയിപ്പിക്കുമായിരുന്നത് മൊത്തം. അപ്പോൾ ഇത് കെയിൻ്റെ വർക്കിൽ ഫേർണിച്ചറാണ്. ഇത് പ്രത്യേകം പറഞ്ഞ് ഞങ്ങൾ നെറ്റിൽ നിന്ന് റെഫറൻസ് എടുത്ത് കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിച്ചാണ്. ഇവിടെ മിക്കതും വുഡൻ ഫേർണിച്ചേഴ്സ് ഇങ്ങനെ പണിയിപ്പിച്ച് ഇവിടെ നിന്ന് പണിയിപ്പിച്ച കുറച്ച് സാധനങ്ങളാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് ഈ കെയിനും അതുപോലെ ഈ പഴഞ്ചൻ സാധനങ്ങളോട് ഇച്ചിരി താല്പര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധനങ്ങൾ, വീട്ടിലത്തെ എല്ലാ ഫേർണിച്ചേഴ്സും സാധനങ്ങളൊക്കെ ഇച്ചിരി ഒരു പഴയൊരു ട്രഡീഷണൽ ഫീൽ ഉണ്ടാവും. പക്ഷേ ഒരു ഭയങ്കര ഹൈഫൈ മോഡേൺ അല്ല, മോഡേൺ ബട്ട് ട്രഡീഷണൽ ഹൗസ് എന്ന് പറയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. ഇതിൻ്റെ കളർ ടോൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ, ആ ഒരു പാലറ്റാണ്. വൈറ്റ്, ബ്രൗണ്, ബ്ലാക്ക്, ഒരു എർത്തി ഷെയ്ഡ്സ് പോലത്തെ അങ്ങനത്തെ ഒരു പാലറ്റാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതന്നെ ബ്രൗൺ. ഇതൊക്കെ നമ്മൾ ഓരോന്നും പേഴ്സണലി ഇങ്ങനെ കണ്ട് ഞങ്ങൾ 2 പേരും മുരളിയും ഞാനും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത്. മുരളിയുടെ മൈൻഡിൽ എന്നെക്കാളും കൂടുതൽ ഞാൻ ഇച്ചിരി ഉഴപ്പലായിരുന്നു. പക്ഷേ മുരളിയുടെ മൈൻഡിൽ ക്ലിയർ കട്ടായിട്ട് ഇന്ന സാധനം ഇവിടെ വേണം, ഇതിനപ്പുറത്തേക്ക് വേണ്ട, അല്ലെങ്കിൽ ഇത് നമുക്ക് പോയാലോ, അങ്ങനെ എല്ലാം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഈ വീടിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 70% ഇൻപുട്ടും മുരളിയുടെയാണ്. ബാക്കി ഒരു 30% എൻ്റെ കാണുള്ളൂ. ബാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫുൾ ടൈം ഗൈഡായിട്ട് ആ ഒരു ആർക്കിടെക്ട്സും ആ ഒരു ഗ്രൂപ്പും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ലിവിംഗ് റൂം. ആരെങ്കിലും കയറി വരികയാണെങ്കിൽ നമ്മുടെ ഫോർമൽ ലിവിംഗ് റൂമാണ്. അപ്പോൾ ഇവിടെ വയ്ക്കാം. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ വീടിൻ്റെ അകത്തേക്ക്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, വീടിനൊരു പ്രൈവസി കിട്ടും. അകത്ത് നമ്മളിരിക്കുമ്പോൾ ഒത്തിരി സ്ഥലം കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് അങ്ങനെ വരുന്നത്. പിന്നെ ഈ പുറകിൽ കണ്ടില്ല, കേർട്ടൻസൊക്കെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്, വൈറ്റാണ് എല്ലായിടത്തും ഫോളോ ചെയ്തിരിക്കുന്നത്. മോസ്റ്റ്ലി വൈറ്റ്, ആ ഒരു ഷിയർ കേർട്ടൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം വെട്ടം വെളിച്ചം കയറാൻ. ഇപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഫുൾ ടൈം ഒരു ഈവനിങ് 6 വരെയും ജനലും വാതിലൊക്കെ തുറന്നിട്ടാണ് ഇടുക. കാരണം നല്ല വെട്ടവും വെളിച്ചവും കയറണം, കാറ്റൊക്കെ കയറണം എന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ ക്രോസ് വെന്റിലേഷൻ കുറേ കാണും, അതായത് ഒരു ഓപ്പൺനെസ് ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീട് പണിതേക്കുന്നത്. സോ ദിസ് ഇസ് അവർ ലിവിങ് ഏരിയ. അപ്പോൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയാലും ഫാമിലി ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ കയറി വരികയാണ്. അപ്പോൾ ഇങ്ങനൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ആക്ച്വലി ഡോറ് തുറക്കുമ്പോൾ തന്നെ പലരും വന്നതിനോട് പറയുന്നതാണ് ഈ ഒരു മ്യൂറൽ പെയിൻറ്റിൻ്റെ ഇത് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്താണ്. വീട് പണിതപ്പോൾ തന്നെ ഇങ്ങനൊരു സാധനം വേണമെന്ന്, പക്ഷേ എന്താണെന്നുള്ളൊരു തീരുമാനം ഉണ്ടായില്ല, അവിടെ ജസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്ത് തന്നത് 2 പേരാട്ടോ, അഭിലാഷേട്ടും സുജി ചേച്ചി. ഇവർ 2 പേരും ഒരു അവരുടെ ഒരു പേജ് തന്നെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ മ്യൂറൽ വർക്ക്സിന്. വനമാലി മ്യൂറൽസ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് താഴെ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി വീട്ടിലേക്ക് വീട് പണിതപ്പോഴേ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് മ്യൂറൽ പെയിൻറ്റിങ് വേണം. ചേച്ചി ഇപ്പോൾ പതുക്കെ പണി തുടങ്ങിക്കോ. അപ്പോൾ എന്തളവാ ഏതോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം അവിടെ ചെയ്തിട്ടു, ഒരു സ്പേസ് മാത്രം ഇട്ടു. അപ്പോൾ ചേച്ചിയും അഭിലാഷ് ചേട്ടനും കൂടെ വന്ന് ഇവിടുത്തെ ആ സൈസൊക്കെ എടുത്തുകൊണ്ട് അതനുസരിച്ചിട്ട് ഇങ്ങനൊരു പെയിൻറ്റിങ് ചെയ്തിരുന്നു. എൻ്റെ മിക്ക ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് കേട്ടോ. എല്ലാവരും വരുമ്പോൾ തന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ കാണുന്നതും കൃഷ്ണൻ്റെയും രാധയുടെയും ഈ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ കയറി വരുമ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഈ ബുദ്ധൻ്റെയും മിക്കപ്പോഴും കണ്ടു കാണും. ഈ രാവിലെ സമയത്ത് വെട്ടം വീഴുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മ്യൂറൽ പെയിൻറ്റിങ് ഇവിടെ പിന്നെ മേളിലേക്ക് പോകാനുള്ള സ്റ്റേഴ്സ് ഇവിടെയാണ്. അതുപോലെ ചെറിയ എലിമെൻറ്റ്സ്, പ്ലാന്റ്സിൻ്റെ കുറച്ച് എന്താ പറയണേ, ഉള്ളിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനായിട്ട് അങ്ങനെയും കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും എനിക്കിവിടെ പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു സ്ഥലം ഇതാണ്. കാരണം അവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. നമ്മൾ എന്താ പറയുക, കിച്ചണിനാണ് വിൻഡോ, പക്ഷെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും ജനലാണ്. ബാക്കിൽ ഞങ്ങളുടെ പാഷിയുടെ സ്ഥലമാണ്.
അപ്പോൾ ഭയങ്കര ഒരു ഓപ്പൺനെസ് ഇവിടെ ഫീൽ ചെയ്യും എപ്പോഴും. ചില സമയത്ത് ഞാൻ ഡാൻസ് ഇവിടെ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ യോഗ രാവിലെ എഴുതേക്കുവാണെങ്കിൽ പുറത്തിരുന്ന് ചെയ്യാൻ ചിലപ്പോൾ തോന്നില്ല. അപ്പോൾ ഇവിടെയാണ്. പിന്നെ അതുപോലെ ഇടയ്ക്ക് വലിയ ഫംഗ്ഷൻസ് ഒക്കെ വലിയ നടക്കുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, കാരണം വലിയൊരു ഹാളല്ലേ. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്, ഒരു 8 സീറ്റർ, ഒരു 8 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ടേബിൾ. ഇതും ഈ പറഞ്ഞ പോലെ കെയിൻ്റെ വർക്കാണ്, നമ്മൾ നേരത്തെ റെഫറൻസ് ഒക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിച്ചാണ്. സെൻറ്ററിൽ ഒരു മിനിമൽ ഒരു സ്പേസ് ജസ്റ്റ്. പിന്നെ ഇപ്പുറ സൈഡിലാണ് ഞങ്ങളുടെ ഫാമിലി ലിവിങ് റൂം. ടി വി ഒക്കെ വെച്ചിട്ട് അതിൽ നോർമൽ 2 സോഫ ഇട്ടിട്ടുണ്ട്. ദാറ്റ്സ് എ റിക്ലൈനർ. ഇരിക്കുന്ന എല്ലാ സോഫാസും റിക്ലൈനറാണ് ഇവിടെ, കാരണം ടി വി, ഒരു തിയേറ്റർ റൂം ഉണ്ട് കേട്ടോ വീട്ടിൽ, അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തിയേറ്റർ റൂമിൽ പണി തീർന്നിട്ടില്ല എന്നാൽ തുടങ്ങിയിട്ടില്ല, ആ റൂം അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാവരും കൂടെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് റൂമാണ്. അപ്പോൾ യൂഷ്വലി എല്ലാവരും പറയും ഡൈനിങ് ടേബിളിൻ്റെ അവിടെ തന്നെ ടി വി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കാണാമല്ലോ എന്ന്. പക്ഷേ ഞങ്ങളുടെ പോളിസി അനുസരിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം മാത്രം കഴിക്കുക എന്നുള്ളതാണ്. കാരണം അരുന്ധതിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ പ്രിൻസിപ്പിളെ ഫോളോ ചെയ്യുക. ടി വി കണ്ടുകൊണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതിവിടെ ആരുമില്ല പതിവ്. കാരണം നമുക്ക് കിട്ടുന്ന കുറച്ച് ഫാമിലി ടൈമാണ്, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഫോണും ടി വിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് നീക്കി പണിതത്, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു മൊത്തം സ്പേസ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെട്ടവും വെളിച്ചവും ഒക്കെ കയറി രാവിലെ സമയത്ത് ഇതിൻ്റെ ഒരു ലൈറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അത്രയധികം കാറ്റും വെളിച്ചമാണ്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടിൻ്റെ കുറച്ച് സ്പോട്ട്സ് നമ്മൾ പറയുമല്ലോ, ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സ്പേസ് ആണ് കേട്ടോ. അത് ഞാൻ പതുക്കെ ഞാൻ കാണിച്ചു തരാം, ഞങ്ങളുടെ പാഷ്യമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാളും ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ് റൂമും എല്ലാം കൂടെ ചേർന്ന സ്പേസ്. ഓക്കെ, അപ്പോൾ ഹാളിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സ്പേസും കൂടെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പൂജാ റൂമാണ്. അപ്പോൾ സന്ധ്യ നേരത്തെ നാമം ജപിക്കുമ്പോൾ ചിലപ്പോൾ അമ്മയൊക്കെ വരുന്ന സമയത്ത് താഴെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനൊരു സ്പേസ് ഇവിടെ ഇരുന്ന് നാമം ജപിക്കാനായിട്ട് ഇങ്ങനൊരു ചെറുതായിട്ട് ഒരു 2 ചെയർസ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞേ, അവിടെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ചെറുതുണ്ട്, അതും സുജ ചേച്ചി തന്നെയാണ് ചെയ്തത്. ഇവരുടെ ബനമാലി മ്യൂറൽസ് ഇവർ തന്നെയാണ് ചെയ്തത്. സുജ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നെ ഇത്രയും മുതൽ കാണണം, ഞങ്ങളുടെ ഷീസ് ലൈക്ക് എ ഫാമിലി ടു us. അപ്പം ഇത് ചേച്ചി എനിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് ഗിഫ്റ്റ് ചെയ്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ചേച്ചി ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. ബിക്കോസ് കുറേ അമ്പലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പണ്ട് മുതൽ കുഞ്ഞിനെയും മുതൽ അറിയുന്ന ഒരു വീട്ടിലെ പോലത്തെ ഒരു അംഗമാണെങ്കിൽ പോലും ചേച്ചി ഇങ്ങനെ ചെയ്ത് കൊടുക്കും എന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോഴാണ് ചേച്ചി ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു അത്. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ ചെയ്തിരുന്നു മ്യൂറൽ വർക്ക്. അതുപോലെ തിരുവേഴാനിക്കുളം അമ്പലത്തിലും ചേച്ചിയും അഭിലാഷേട്ടനും കൂടെ ചേർന്ന് അവിടെ മ്യൂറൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പൂജാ റൂം കണ്ടത് തൊട്ട് ഓപ്പോസിറ്റ്. എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. കാരണം പൂജാ റൂം എന്ന് പറയുമ്പോൾ എനിക്കും ഈ എല്ലാം മിനിമലായിട്ട് വയ്ക്കാനായിട്ടാണ് ഞങ്ങളുടെ ഒരിത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോഴും പറയുന്ന ആ ഒരു കാര്യമാണ്, മിനിമൽ ഫേർണിച്ചേഴ്സാണ്, ഒത്തിരി ലൈറ്റും എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ട് ഇതൊക്കെ പറയുന്നതാണ്, എപ്പോഴും എല്ലാവരും പറയുന്നതാണ്. ഈ ഒരു ഡോറിൻ്റെ ഡിസൈൻ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കുറേ എന്തായിരിക്കും വരിക, കാരണം ജസ്റ്റ് ഓപ്പൺ ആയിട്ടിരുന്ന പൂജാ റൂം വേണം എന്നുള്ള രണ്ടുപേർക്കും നിർബന്ധമായിരുന്നു ഇരുന്ന് വായിക്കാനായിട്ട്. പക്ഷേ അതെങ്ങനെയായിരിക്കും, എനിക്ക് ആക്ച്വലി എൻ്റെ മൈൻഡിൽ ഫുൾ ഒരു വൈറ്റ് സ്പേസ്, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ ഡിവൈൻ എനർജി എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുക. ഒരു വൈറ്റ് സ്പേസ്, നടുക്കൊരു ഓം മാത്രം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വിഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറത്തെ ഡോർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ തപ്പി ഇത് ഫൈനലി ആയിട്ട് ഡിസൈൻ ആയിരുന്നു കേട്ടോ. വീട്ടിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരെണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയെല്ലാം ഈ കളർ പാറ്റേൺ വരെ എനിക്കിങ്ങനെ കളർ പാറ്റേൺ ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതൊന്നും അറിയത്തില്ലായിരുന്നു. മുരളിയായിരുന്നു എൻ്റെ പിന്നിൽ മൊത്തം മാസ്റ്റർ ബ്രെയിൻ. അപ്പം ഞാനിങ്ങനെ കുറേ നോക്കി വന്നപ്പോൾ ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടം, മണിയൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ അരുന്ധതി ഈ പറഞ്ഞ പോലെ സന്ധ്യ നേരത്തൊക്കെ ആകുമ്പോൾ ആളിങ്ങനെ ഇരുന്ന് തട്ടണം കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂജാ റൂം. നടുക്കൊരു ഓമും വെച്ച് ഗണപതിയും കൃഷ്ണനും അങ്ങനെ കുറച്ച് ഇവിടെ താഴെ ഇവിടെ ഒരു അവണപ്പലക ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് നാമം ജപിക്കുന്ന രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി നാമം ജപിക്കുന്നത് ഇവിടെ താഴെ ഇരുന്നിട്ടാണ്. അച്ഛനും അമ്മയും എല്ലാവരൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പുറത്തിരുന്ന്, ഇപ്പം ഞാൻ പറഞ്ഞു 2 കസേരയായിട്ടേക്കുന്നത്, അപ്പോൾ അവിടെ ഇരുന്നായിരിക്കും അവർ നാമം ചൊല്ലുക. സോ ദിസ് ഇസ് എ പൂജാ റൂം. അപ്പോൾ ഡൈനിങ് സ്പേസിൻ്റെ ഇവിടെ നിന്ന് ഒരു കോമൺ വാഷും ഉണ്ട്, അതുപോലെ ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് കിട്ടും, ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചേക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ വീട്ടിലെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന്, അതുപോലത്തെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. വരുന്ന ആൾക്കാരൊക്കെ പറയുന്ന സ്പേസാണ് ഞങ്ങളുടെ ഈ പാഷ്യൂ എന്ന് പറയുന്നത്.
ആക്ച്വലി ഇതൊരു ഒരു പഴയ മോഡലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു സാധനം വേണമെന്ന് വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ പറയേണ്ടത് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് വേണം, നമുക്ക് രാത്രിയൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അവർ പ്രത്യേകം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ ഒരു സാധനമായിരുന്നു ഇത്. അതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ഇതുപോലെ ആയിരിക്കണം എന്നുള്ളത് മുരളിയുടെ മൈൻഡിലായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പഴഞ്ഞനെ ഇരുന്ന് എല്ലാവരും കൂടെ ഒന്ന് സംസാരിക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊന്നും മൈൻഡിലുണ്ടായില്ല. ഇത് പക്ഷേ ഇത് കണ്ടോ, നമ്മുടെ പണ്ടത്തെ സ്വിച്ച് ബോർഡ് ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ഇതായിരുന്നു. ഇപ്പം അച്ഛൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇതാ കണ്ടോ. ഇതൊന്നും കിട്ടാനില്ലായിരുന്നു. അവസാനം എവിടെ നിന്നൊക്കെയോ ഓൺലൈനിൽ വന്ന് ആൾ ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഈ ഒരു സാധനമൊക്കെ നമ്മൾ പണിയിപ്പിക്കുമായിരുന്നു, ആശാരിനെ കൊണ്ട് പണിയിപ്പിച്ചെടുത്ത് ഇങ്ങനത്തെ ഒരു സാധനം. അതുപോലെ ഈ വയറിങ് പുറത്തുനിന്നുള്ളൊരു വയറിങ് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതുപോലെയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ പഴയ സാധനങ്ങളോട് ഭയങ്കര ഇച്ചിരി കമ്പം കൂടുതലാണ്. ഇപ്പോൾ ഹോളി കയറി വന്നപ്പോൾ ഒരു അരിപ്പെട്ടി കണ്ടു കാണും, അത് മുരളിയുടെ അമ്മൂമ്മയുടെയാണ്. പിന്നെ ഇവിടെ ഈ പണ്ടത്തെ ഒരു ചാരി കസേര, ഇത് പണ്ടത്തെ ഒരു കസേരയാണ്. അതൊന്ന് അതിൻ്റെ തുണിയൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. ഇവിടെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അമ്മിക്കല്ലും ആട്ടുകല്ലൊക്കെ കാണാം. കുറച്ച് വട്ടാണെന്ന് പറയും എല്ലാവരും, പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളോട് കുറച്ച് ക്രേസ് കൂടുതലാട്ടോ. അപ്പോൾ അത് മുരളിയുടെ അമ്മൂമ്മയുടെ തന്നെ ആട്ടുകല്ലാണ്. പിന്നെ ഒരു ഉരലുണ്ട്, പിന്നെ അപ്പുറത്തൊരു അമ്മി കിടപ്പുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരിക. പിന്നെ ഈ പഴയ വാക്കിംഗ് സ്റ്റിക്സും പണ്ട് കാലത്ത് കുറച്ച് ഉപയോഗിച്ചിരുന്ന സ്റ്റിക്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസിൽ മിക്കപ്പോഴും ഇതായിരിക്കും. ഒരു നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ടൈമിൽ നല്ല കട്ടൻ ചായയും പരിപ്പോടെയൊക്കെ വെച്ച് ഇവിടെ ഇരുന്ന് ഭയങ്കര സുഖമാണ്. ഒരു പാട്ടൊക്കെ കേട്ട് ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമുള്ള, ഭയങ്കര ഓപ്പണാണ്. കണ്ടില്ലേ, അങ്ങോട്ട് വേറെ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല. രാവിലെ ഏർലി മോർണിംഗ് കേട്ടോ. ഞാൻ യോഗ ഇപ്പോൾ കഴിഞ്ഞൊരു 1 മാസമായിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് യോഗ ചെയ്യുന്നത്. കാരണം മോർണിംഗ് ഒരു 5:30 ആകുമ്പോഴത്തേക്കും 5:45 ആകുമ്പോഴത്തേക്കും അമ്പലത്തിലെ പാട്ടും കേൾക്കാം. ഭയങ്കര സുഖമാണ്. ഒരു നല്ലൊരു ഫീൽ അത്. മോർണിംഗ് എൻ്റെ ഒരു മീ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഈവനിങ് അല്ല, ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. അപ്പോൾ ഈ ഒരു സ്പേസ് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ കൂടുതൽ സാധനങ്ങൾ ഫർണിഷ് ചെയ്ത് കാണത്തില്ല. കുറേ ഇനി ലൈറ്റ്സ് വെക്കാനുണ്ട്, ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാനുണ്ട്. അതൊന്നും ചെയ്തില്ല. കാരണം ഞങ്ങൾ ഒന്നും ഹറിബറി ആയിട്ടൊന്നും ചെയ്യണ്ട. അപ്പോൾ അതൊക്കെ ഇവിടെ താമസിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ചിട്ട് പതുക്കെ ഇവിടെ ഫില്ല് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കാണ്. ഇവിടുത്തെ ബോൾസ് കണ്ടാൽ അറിയാം, എല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കണം. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടെ വരും, പക്ഷെ അത് പതിയെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടെ താഴെ ഓടായിട്ടേക്കുന്നത് കേട്ടോ, അതും കൂടെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മേളിലും ഓടുണ്ട്. അപ്പോൾ നല്ല പുറത്തുനിന്നുള്ള കാറ്റൊക്കെ എല്ലാം കൂടെ കയറി വരുമ്പോൾ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ്. ഇവിടെ വരുമ്പോൾ ആൾക്കാർ വരുമ്പോൾ പറയുന്ന ഒരു മറ്റൊരു സ്പേസാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ്. നെക്സ്റ്റ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഒരു ഫുള്ളായിട്ടുള്ളൊരു മിററാണ്. ഞാൻ പറഞ്ഞപ്പോൾ, കാരണം എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, സാരി കൊടുത്ത് ഫുള്ള് നോക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എത്തിയൊക്കെ വലിഞ്ഞ് നോക്കണം. അപ്പോൾ ഞാൻ ഈ ഡിസൈനേഴ്സിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കൊരു ഫുൾ മിറർ വേണം. എവിടെ നോക്കിയാലും എനിക്കൊന്ന് ഒരു ഫുള്ളായിട്ടൊന്ന് കാണാൻ പാകത്തിന്. അപ്പോൾ ഈ ഒരു മിററും ഈ പാറ്റേൺ തന്നെയായിട്ട് മിക്ക റൂംസിനും, ഞങ്ങളുടെ ഇവിടെ ആകെ 4 റൂമാണുള്ളത്. അപ്പോൾ 4 റൂമും ഒരേ പാറ്റേൺ തന്നെ, വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഇല്ല. ഈ പറഞ്ഞ പോലെ ഈ ഒരു വലിയതായിട്ടുള്ളൊരു മിറർ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് വാഷും വരിക. അതുപോലെ തന്നെ 2 കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമലായിട്ട് ഇടുന്ന ഡ്രസ്സും അതേപോലെ പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സും ജസ്റ്റ് നോർമലായിട്ടുള്ള കുറച്ച് ഡ്രസ്സസും ബെഡ്ഷീറ്റ്സും അങ്ങനത്തെ സാധനമൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വെറ്റ് ക്ലോത്ത്സ് ഇടാൻ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ക്ലോത്ത്സ് ഒക്കെ ഇടാനായിട്ടൊരു ചെറിയൊരു സ്പേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ ഒരു പാസേജ് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മിനിമലിസ്റ്റിക് ആണ്. ഫേർണിച്ചേഴ്സും ഭയങ്കര ഇൻറ്റീരിയേഴ്സും ബഹളങ്ങളൊന്നുമില്ല. വേണ്ട ഒരു സാധനം, 2 സൈഡ് ടേബിളും ഒരു ബെഡും പിന്നെ ഇരിക്കാനൊരു കസേരയും മാത്രമേ ഉള്ളൂ. ഇതും ഇപ്പം നിങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാനുള്ളതുകൊണ്ട് മാത്രമേ ഈ കർട്ടനൊക്കെ ഇട്ട് വെച്ചേക്കണം കേട്ടോ. അതല്ലെങ്കിൽ രാവിലെ ഒരു 6 മണി തൊട്ടിട്ട് ഫുള്ള് ഓപ്പൺ ആയിരിക്കും. ഭയങ്കര കാറ്റും വെളിച്ചാട്ടോ ഈ മുറിക്കും. പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു സ്പേസാണ്. അത് എൻ്റെ ഒരു സ്പേസായിട്ട് ഞാൻ ഈ വീട് ഡിസൈൻസ് കാണിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞൊരു റിക്വസ്റ്റ് ആയിരുന്നു, എനിക്കൊരു വാക്ക് ഇൻ ക്ലോസറ്റ് വേണം. ഒരുപാട് വലുതൊന്നും വേണ്ട, പക്ഷെ ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് എനിക്ക് അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഞാൻ എങ്ങനത്തെ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കാരവനിലൊക്കെ കാണുന്നത് കുറേ ലൈറ്റൊക്കെ ഇട്ട് അതുപോലത്തെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരുണ്ടാക്കി തന്നത്. അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെയുള്ളതാണ് ഈ ഒരു സ്പേസ്. ഇതാണ് എൻ്റെ വാക്ക് ഇൻ ക്ലോസറ്റ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മിററാണ്. ഇത് എൻ്റെ ഡ്രസ്സിങ് ഏരിയ ആണ്. അപ്പോൾ വേണ്ട മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കും. ഇത് കണ്ടില്ലേ, വേണമെങ്കിൽ വൈറ്റ് ടോണുള്ള ലൈറ്റ്, വേണമെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്. ഇത് കഴിഞ്ഞൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടു കാണും ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ഇത് മൊത്തം വാർഡ്രോബ്സ് ആണ് 2 സൈഡിലായിട്ട് വെച്ചേക്കുന്നത്. അത് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ. അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് ഇങ്ങനത്തെ ഒരു ടോണിൽ വേണമെന്നുള്ളത്.
മേളിൽ ബാഗ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന എൻ്റെ ഡ്രസ്സസും സാരീസും ഒക്കെ. ഒരു സൈഡ് മുരളിക്ക്, ഒരു സൈഡിൽ എനിക്ക് എങ്ങനെ പറഞ്ഞിട്ടാണ് വെച്ചത്. പതുക്കെ ഞാൻ മുരളിയുടെ ഷെൽഫിലേക്കും കയ്യേറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ശേഷം ഞാനിങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷേ എനിക്ക് ഇതിനകത്ത് കയറുമ്പോൾ ഐ ഫീൽ ലൈക്ക് സോ ഹാപ്പി. ഐ ഡോണ്ട് നോ വൈ. മേ ബി ഈ ഒരു ലൈറ്റ് എല്ലാം കൂടെ കാണുന്നതുകൊണ്ടാണെന്നോളൂ. അരുന്ധതിക്കും ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എളുപ്പത്തിലാണല്ലോ, ആക്സസിബിളാണ്. കാരണം എല്ലാ മേക്കപ്പിൻ്റെ സാധനം എൻ്റെ അടിയിലിരിപ്പുണ്ട്. അപ്പോൾ ആളിടയ്ക്ക് വന്നിരുന്ന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ റൂഷൊക്കെ ഇട്ടൊക്കെ കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ വാക്കിംഗ് ക്ലോസറ്റ്. നെക്സ്റ്റ് റൂം അരുന്ധതിയുടെ റൂമാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ റൂംസൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. കയറി വരുമ്പോൾ ഈ സൈഡിലൊരു വലിയൊരു മിററുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ ഇവിടെ അരുന്ധതിയുടെ ഡ്രസ്സിങ് ഏരിയ ആണ്. ഇവിടെ ആൾക്ക് വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മാക്സിമം ലോഫ്റ്റ്സ് ഒക്കെ കുറച്ചായിട്ടുള്ളൂ. മേ ബി ആ മേക്കപ്പ് റൂമിൽ കുറച്ച് കാണും, ഇവിടെ കാണുന്നില്ലാണ്ട്. ഈ ലോഫ്റ്റിൻ്റെ പരിപാടിയൊക്കെ വേണമെന്ന് പറഞ്ഞു. കാരണം സാധനങ്ങൾ കുറേ ഡംപ് ചെയ്ത് കൂട്ടും, നമ്മൾ അറിയാണ്ട് തന്നെ കുറേ വരും. അപ്പോൾ എനിക്ക് ഇച്ചിരി വൃത്തിയുടെ അസുഖമുള്ളതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പൊടി പിടിച്ചിട്ട് നടക്കണം, അല്ലെങ്കിൽ കുറേ ഡംപ് ചെയ്ത് കിടക്കുന്ന ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ലോഫ്റ്റൊക്കെ വളരെ മിനിമമായിട്ട് നമ്മുടെ വേണ്ട സാധനങ്ങൾ വയ്ക്കാനുള്ള മാത്രം വെച്ചാൽ മതി. വേറെ എവിടെ ലോഫ്റ്റ് വേണമെന്ന് ലോഫ്റ്റൊക്കെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ അരുന്ധതിയുടെ റൂമിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെറ്റ് ക്ലോത്ത് ഇടാനായിട്ടൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. അതുപോലെ അരുന്ധതിക്ക് ഇരുന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു സ്ഥലമുണ്ട്, ആളുടെ ഒരു സ്ഥലം. പിന്നെ ആസ് യൂഷ്വൽ വാർഡ്രോബ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഫർണിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ ലൈറ്റ്സ് ഒക്കെ കുറേ പിടിപ്പിക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കുറേ വയ്ക്കാനുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സും അതും ഇതൊക്കെ കുറേ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഈ പണി തീർന്നിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിരുന്നു ഞാൻ വീഡിയോ. പക്ഷേ എൻ്റെ മോളുള്ളതുകൊണ്ട് അവിടെ ഇവിടേക്ക് ഇങ്ങനെ വരച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ വൃത്തികേടാവുന്നേക്കാൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അരുന്ധതിയുടെ റൂം ഇതാണ്. നല്ല കാറ്റ് കയറുന്നില്ലേ? ഇവിടെ ആളുടെ സ്റ്റഡി ടേബിളാണ്. ഇത് ആക്ച്വലി മുരളി പണ്ട് കൊച്ചിലിരുന്ന് പഠിച്ച ടേബിളാണ്. ഓർമ്മയെ ഓർക്കാൻ വേണ്ടി കൊണ്ടിട്ടതാണ്. അരുന്ധതിയുടെ നെയിം ബോർഡൊക്കെ വെച്ച് അരുന്ധതിയുടെ റൂം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടുത്തെ കേർട്ടൻസ് മാത്രം കുറച്ചൊന്ന് മാറ്റിയിട്ടുള്ളൂ. കാരണം കിഡ്സ് റൂം ആയതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ വല്ല കിഡ്സിൻ്റെ പാറ്റേൺ ഉള്ളത് വേണം. അപ്പോൾ വേണ്ട അമ്മ വേണ്ട, ഞാൻ വലിയ ബിഗ് ഗേൾ ആവില്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഞങ്ങളടുത്ത് കിഡ്സിൻ്റെ റൂം ആയതുകൊണ്ട് അങ്ങനത്തെ ബെഡ്ഷീറ്റും അങ്ങനത്തെ ഒരു ഇതാക്കാന്ന് പറഞ്ഞപ്പോൾ ആളെന്നെയാണ് പറഞ്ഞത് അതൊന്നും വേണ്ട എന്നുള്ളത്. അപ്പോൾ നോർമലായിട്ട് ഇങ്ങനെ ആളുടെ കുറേ ടോയ്സ് ഉണ്ട്, ഫേവറേറ്റ് ടോയ്സ്. അത് കുറച്ച് ഈ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തും കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഭയങ്കര കാറ്റും വെളിച്ചം, രണ്ട് സൈഡിലും വെൻറ്റിലേഷനാണ്. ഈ ജനലുകളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ഈ ലൈറ്റും അതുപോലെ കാറ്റൊക്കെ കയറുമ്പോൾ. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാനിവിടെ കൂടെ വന്നിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്നുള്ള കാറ്റൊക്കെ കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അരുന്ധതിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ആളെന്നോട് പറഞ്ഞു അമ്മ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ റൂം ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോയി കാണാൻ ആൾ എത്തിയിട്ടില്ല, എത്തും കുറച്ച് നേരത്തിനുള്ളിൽ. അരുന്ധതിയുടെ കുഞ്ഞിലെ ഫോട്ടോസും ചേട്ടൻ്റെ കൂടെയുള്ളൊക്കെ ഫോട്ടോസും പിന്നെ ഇവിടെ കുറച്ച് ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ കുറേ പിക്ചേഴ്സ്. ഇത് ഞങ്ങളുടെ കുറച്ച് ഇപ്പോൾ ഞാനും അരുന്ധതിയും ഹസ്ബൻഡും കൂടെ ഉള്ളതും അങ്ങനെ ഞങ്ങളുടെ കുറച്ച് അരുന്ധതിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസാണ് വെച്ചേക്കുന്നത്. ഒരു 3 ഫോട്ടോ ഉള്ളൂ. ആൾ തന്നെ സെലക്ട് ചെയ്ത് തന്നാണ് ഈ ഫോട്ടോ വെച്ചാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെച്ച് കുറച്ച് ഫോട്ടോസേ ഉള്ളൂ. സോ ഇതാണ് അരുന്ധതിയുടെ റൂം. പിന്നെ ഇവിടെ കുറേ കുഞ്ഞു സാധനങ്ങളൊക്കെ കാണാം കേട്ടോ. ഒരു ഗണപതിനെ കാണാം, ഒരു ലോട്ടസൊക്കെ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വെച്ചേക്കണം എന്ന് വെച്ചാൽ ഞാനിവിടെ കുറേ സാധനങ്ങൾ വയ്ക്കും, അവളതൊക്കെ എടുത്ത് മാറ്റും. പിന്നെ ഞാൻ ഓർത്ത് ആളുടെ റൂമല്ലേ. അപ്പോൾ ഇത് അരുന്ധതി പെയിൻറ്റ് ചെയ്തതാണ്. വെക്കേഷൻ ക്ലാസ്സിന് പോയപ്പോൾ നമ്മുടെ ഇവിടെ വെക്കേഷൻ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാവില്ലോ, കിഡ്സിൻ്റെ വെക്കേഷന്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ആളെന്ത് ചെയ്തതാണ്, ഇങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നത്, ഇങ്ങനെ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണും. ആൾ ചെയ്ത കുറച്ച് പേപ്പർ വർക്ക്സും അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. സോ ദിസ് ഇസ് എ റൂം. ഈ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ഈ പറഞ്ഞ പോലെ ഡൈനിങ് ഹാളും. പിന്നുള്ളത് കിച്ചനാണ്. ഇതാണ് കിച്ചൺ. ആക്ച്വലി ഓപ്പൺ കിച്ചൺ വേണമെന്ന് ചോദിച്ചു. പക്ഷേ ഐ എം നോട്ട് എ പേഴ്സൺ ഹൂസ് ഫോണ്ട് ഓഫ് ഓപ്പൺ കിച്ചൺ. പക്ഷേ വാസ്തുപ്രകാരം ഇങ്ങനെ ഒരു ഓപ്പൺനെസ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഇടാമെന്ന് പറഞ്ഞു. അതിനെനിക്ക് താല്പര്യമായിരുന്നു. അപ്പോൾ ഈ കണ്ടില്ലേ ഓപ്പൺ സ്പേസിൽ കുറച്ചിങ്ങനെ കുട്ടി സാധനങ്ങൾ. ഇത് ഞാൻ എന്തിനാണ് ഇവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കാനുള്ള സാധനങ്ങളാണ്. ആദ്യം ഒരു ബോർഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഈറ്റ് മീ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അരുന്ധതി ഓരോ ദിശയിലേക്ക് ഇട്ട് വലിച്ചുകൊണ്ട് അതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരാണെങ്കിൽ അവർക്ക് വിശക്കാണെങ്കിൽ എന്തിനാണ് നമ്മളോടൊന്ന് ചോദിക്കണം ഈ സാധനങ്ങളൊക്കെ എവിടെയാന്ന്, അതൊക്കെ കഴിച്ചോട്ടെ എന്ന് വെച്ച്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് അരുന്ധതി ആയാലും ശരി മുരളി ആയാലും ശരി പോയിരുന്ന് എടുത്ത് കഴിക്കാനുള്ള മടി കാരണം എല്ലാം കിച്ചണിൽ കണ്ടു കഴിഞ്ഞാൽ ഈ കഴിക്കാനുള്ള സ്നാക്സ് ഐറ്റംസ് ഫുള്ള് അതിനകത്തുണ്ടാവും. അപ്പോൾ വന്നിരുന്ന് തുറന്ന് നമ്മളോടൊന്നും ഏതാണെന്നൊന്നും ചോദിക്കാണ്ടെന്ന് എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും റീഫിൽ ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിൻ കിച്ചൺ. ആക്ച്വലി ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതൽ കുക്കിങ്ങും അവിടെയാണ്. കിച്ചണിൽ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഷെയ്ഡായിട്ടാണ് മെയിനായിട്ട് എടുത്തത്. ഈ ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡും പിന്നെ നമ്മുടെ ബ്ലാക്കുമാണ് ഇവിടെ കൂടുതൽ നിൽക്കുക.
പിന്നെ എനിക്ക് മെയിനായിട്ട് ഈ കിച്ചണിൽ ഭയങ്കര വെന്റിലേഷൻ ആട്ടെ ഈ പറഞ്ഞ പോലെ ഞാനിത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് എനിക്ക് ഇങ്ങനൊരു സ്പേസ് ഇങ്ങനൊരു ഇത് വേണം. ഇപ്പം ഈ ജനലിൽ കൂടെ നമ്മളിപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ പോലും നമുക്ക് ആരാ വരുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഈ രണ്ട് സൈഡിൽ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വെട്ടവും വെളിച്ചവും കാറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഇവിടെയും കുറച്ച് സ്നാക്ക് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ക്രോക്കറീസ്, ഇതിൽ മൊത്തം ക്രോക്കറീസും അങ്ങനത്തെ സാധനങ്ങളുമാണ്. കിച്ചണിൽ പിന്നെ വേറൊരു ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ വുഡിൻ്റെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ ഇത് ഓരോരോ സ്ഥലത്തു നിന്ന് കുറച്ച് ബാലിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ കൊള്ളിമുട്ട, ഇതൊക്കെ വുഡിൻ്റെയാണ്. ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോരോ കൊച്ചു ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് മേടിക്കും. ഇതിപ്പോൾ എല്ലാം ഇല്ല, ഒരു 4-5 സ്ഥലത്ത് മിസ്സിംഗ് ആണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ ഉള്ള ഓരോരോ സ്ഥലങ്ങളിലെ സാധനങ്ങളൊക്കെയാണ്. സ്പെയിന്, അതുപോലെ തന്നെ വിയന്ന, മാഡ്രിഡ്, ആംസ്റ്റർഡാം, അങ്ങനത്തെ. എനിക്കിത് നിറച്ച് ഫുള്ളാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതെപ്പോൾ സാധിക്കുമെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ അങ്ങനെ ഇത് ഭയങ്കര രസമാട്ടോ. ഇവിടെ വന്ന് നിന്ന് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓർക്കണം നമ്മൾ നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ്. ലൈക്ക് ഓക്കെ, നമ്മൾ ഇത്രയും സ്ഥലം പോയില്ല, ഇത്ര ഏജിൽ നമ്മൾ ഇത്രയും സ്ഥലം കണ്ടുവരുമോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫ്രിഡ്ജിൻ്റെ സൈഡിലാണ് ഫ്രണ്ടിൽ ഒട്ടിച്ച്. ഇന്ന് മിക്കപ്പോഴും അരുന്ധതി ഇതിന് കയറി ഇരിക്കും, എന്നിട്ട് ഓരോന്നെടുക്കും, ചിലപ്പോൾ താഴെയിടും, പൊട്ടിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു സ്പേസിലേക്ക്. ഒരു പാസേജ് ആണ്, പക്ഷേ ഈ രണ്ട് സൈഡ് ഓഫ് ദ പാസേജ് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഇവിടെ ആക്ച്വലി അപ്പർ സൈഡ് ഗ്യാസ് സിലിണ്ടർ വെക്കാൻ, പുറത്ത് ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന ഓർത്തപ്പോഴാണ് അവരെന്നൊരു സജഷൻ തന്നത്, നമുക്കിത് സ്ലാബ് ആക്കാം, അപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. ഇതിപ്പോൾ കണ്ടു 2 മിക്സി. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 3-4 വീട്ടിലായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ പോലും. അപ്പോൾ ഈ ചെല്ലുന്നിടത്ത് മൊത്തം അവിടെ ഓരോരോ സാധനങ്ങൾ മേടിച്ച് കൂട്ടും. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 ആഴ്ച മുന്നെയാണ് എറണാകുളത്തെ ഫ്ലാറ്റ് കിട്ടത്. അപ്പോൾ എല്ലായിടത്തെ സാധനങ്ങൾ കുമിഞ്ഞു കൂടിയതുകൊണ്ട് ഞാൻ ആദ്യമേ മുരളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലേക്ക് എന്ത് ഫർണിച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം വീടൊന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ വീടുകളും വെക്കേറ്റ് ചെയ്തതിന് മീൻസ് അത് മൊത്തം ഡിസ്പോസ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിച്ചാൽ നോക്കിയപ്പോൾ എല്ലാം ഡബിളായിട്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ ഈ ബാക്കി മിക്സി, ഗ്രൈൻഡർ എല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ പാർട്സൊക്കെ ഇതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റോർ റൂം ആയിട്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോർ റൂം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ ഡംപ് ചെയ്ത് വയ്ക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സ്പേസ് ആണ്, പക്ഷേ ഉള്ളിലേക്ക് ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. മേളിൽ ലോഫ്റ്റ് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഡംപിങ് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് പ്രോപ്പറായിട്ട് ഒരുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാണണ്ടോ, ഇത്തിരി കാണിക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം എനിക്കിങ്ങനെ നെയിം ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് സ്റ്റോർ റൂം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കൊള്ളാവുന്ന സാധനങ്ങൾ ഞങ്ങൾക്കുള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയ ആക്ച്വലി ഒരു ഓപ്പൺ വർക്ക് ഏരിയ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സേഫ്റ്റിയുടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആക്കി. ആക്ച്വലി മുരളിയുടെ മൈൻഡിൽ നമ്മൾ പണ്ടത്തെ വീടുകളിൽ കാണില്ലേ, ഒരു സ്ലാബ് ഇട്ടിട്ട് മൊത്തം തുറന്നു കിടക്കണം, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു മുരളിയുടെ മൈൻഡിൽ. അത് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെയാണ്. ഇവിടെയാണ് കേട്ടോ മോസ്റ്റ് ഓഫ് ദ കുക്കിംഗ്. നമ്മുടെ ഉഷേച്ചിന് എല്ലാവർക്കും അറിയേണ്ടതില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ സ്ഥിരമുള്ളത് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് ഒരു ചേച്ചിയുണ്ട്, ഉഷേച്ചി. അപ്പോൾ ഉഷേച്ചിയാണ് എല്ലാം വീട് ക്ലീനിങ് മുതൽ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ചേച്ചി ചെയ്യുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ചെറിയൊരു ഫ്രിഡ്ജ്, ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രിഡ്ജാണ്. ഇതൊന്നും കൊടുക്കാനായിട്ട് തോന്നില്ല, കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ 2 പേരും മീൻസ് ഞാനും മുരളിയും കൂടെ ചെന്നൈയിലെ ഫ്ലാറ്റിലേക്ക് താമസം മാറി തുടങ്ങിയപ്പോൾ മേടിച്ച് കൂട്ടിയ കുറച്ച് സാധനങ്ങളായിരുന്നു. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മേളിലൊരു അലമാരി ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ നൊസ്റ്റാൾജിക്ക് വേണ്ടി ഇതിപ്പോൾ സ്റ്റിൽ ഇൻ വർക്കിംഗ് കണ്ടീഷനാണ്. ഇതൊന്നും മാറ്റിയിട്ടില്ല, അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ ഈ മെയിനായിട്ടുള്ള വാഷിംഗ് മെഷീൻ, ഒരു ചെറിയൊരു സെക്കൻഡറി ഫ്രിഡ്ജ്, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെയാണ്. ഇവിടെ പിന്നെ ചേച്ചിയുടെ റൂമുണ്ട്, ചേച്ചിക്ക് കിടക്കാനും അതുപോലെ തന്നെ അവിടെ ഒരു വാഷ്റൂമും ഉണ്ട്. സോ ദിസ് ഇസ് എ വർക്കിംഗ് കിച്ചൺ. ഇവിടെയാണ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇവിടെ മൊത്തത്തിൽ വെന്റിലേഷനാണ്, മൊത്തം ജനലും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. ചില സമയത്ത് ഇങ്ങനെ സ്ലാബിൻ്റെ മേളിലൊക്കെ മുരളിയിരുന്ന് ദോശയൊക്കെ കഴിക്കും. അരുന്ധതി രണ്ടുപേരും കൂടെ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കും. ഡൈനിങ് ടേബിളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അതേ ചേച്ചി കണ്ടില്ലേ, ഇവിടെയാണ് എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. നമ്മൾ കഴിക്കാൻ റെഡിയായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എടുത്ത് വെക്കുന്ന സ്ഥലം ഇതാണ്. ഇനി ഇവിടെ നിന്ന് ഡൈനിങ് ടേബിളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് താഴത്തെ ഫ്ലോറിൽ ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഇനി നെക്സ്റ്റ് മേലത്തെ ഫ്ലോറാണ്, ഫസ്റ്റ് ഫ്ലോർ. ലെറ്റ്സ് ഗോ. വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാനില്ല, ബട്ട് സ്റ്റിൽ ഞങ്ങളെല്ലാവരും മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഈവൻ കിച്ചണിൽ പോലും സ്പീക്കർ ഉണ്ട്. സോ ദാറ്റ് നമ്മളിവിടെ മെയിൻ ഇതിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആയാലും ശരി, രാവിലത്തെ മൂഡിലാട്ടോ കൂടുതൽ ഇച്ചിരി ഭക്തിഗാനങ്ങളൊക്കെ കേട്ട്, ഉച്ചയ്ക്ക് വർക്ക് ചെയ്യുമ്പോഴായാലും ശരി, എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് പാട്ടൊക്കെ കേട്ട് ചെയ്യാനായിട്ട് എല്ലായിടത്തും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സൗണ്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് പിന്നെ ഇനി മേളിലേക്ക് പോയാലോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക്. ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിനേക്കാൾ മുമ്പ് തന്നെ ഇവിടെ നിന്ന് തന്നെ ഒരു വ്യൂ കിട്ടും. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി സ്റ്റെയർ കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാണ്. ഇവിടുത്തെ കുറച്ചുകൂടെ ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാറ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇവിടെയൊക്കെ ഹാങ്ങിങ് ലൈറ്റ്സിൻ്റെയൊക്കെ അതൊക്കെ ഇനി പതുക്കെ ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വാളിൽ കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ കയറാണ്ട് കുറേ ഗാർഡനിങ്ങിൻ്റെ പണി ബാക്കിയുണ്ട്. ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പണിയുണ്ട് കേട്ടോ. വീടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പണി തീരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എടുത്തൊരു തീരുമാനമായിരുന്നു വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് വീട്ടിലെ പണികളൊക്കെ തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനേ. ഒരാൾ പമ്മി എൻ്റെ കൂടെ വരുന്നുണ്ട്. ആരാ അത്? സ്കൂളിൽ വിട്ട് ഒരാൾ എത്തിക്കഴിഞ്ഞു. ആരാത്? ഇതെന്താ കയ്യിലെന്താ? ചുമ്മാ രസത് കുറെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇത് എവിടുന്നത്? ഇതെങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് എങ്ങനെ പോണേ? എനിക്ക് മൈക്ക് കിട്ടിച്ചാ. ഇത് മേളിലോട്ട് കയറുമ്പോൾ നമ്മളൊരു ഇങ്ങനത്തെ ഒരു ലിവിങ് ഏരിയയിലേക്ക് കയറണേ. ഇവിടെ ഞങ്ങൾ ഇട്ടിട്ടില്ല, പണിയാ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പതുക്കെ വരുന്നേ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് ഇവിടെ 2 അമ്മമാരുടെ ഫോട്ടോ ഉണ്ട്. ഞാനും അതെ എൻ്റെ അമ്മമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. മുരളി അതെ. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ രണ്ടുപേരെ ഫോട്ടോ വെച്ചിട്ട് ചെറിയൊരു അവയൊരു സ്പേസ് ഉണ്ട്. ജസ്റ്റ് നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ പോകുന്ന ലൈബ്രറിയിലേക്കാണ്. ഞാൻ ആവശ്യപ്പെട്ടെന്ന് വെച്ചൊരു കാര്യമാണ്, എനിക്കൊരു ലൈബ്രറി വേണം. ആൻഡ് മോറോവർ ഇങ്ങനെ കിട്ടുന്ന ഈ ട്രോഫീസും മെമെൻറ്റോസും ഒക്കെ വെക്കാനൊരു സ്പേസ് വേണം. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താലോ എന്നൊരു ഐഡിയ വന്നപ്പോഴാണ് ഇങ്ങനെയാക്കിയത്. ഇതിൽ കുറേ ബുക്സ് ഉണ്ട്. ഇതൊന്നും ഞാൻ വായിച്ചില്ല കേട്ടോ. ഇതിൽ കുറച്ചൊക്കെ ഞാൻ വായിച്ചു കാണും, ബാക്കി മൊത്തം മുരളി വായിച്ചാണ്. പിന്നെ അരുന്ധതിയുടെയും കുറേ ഇരിപ്പുണ്ട്. അതുകൂടാണ്ട് കിട്ടുന്ന മെമെൻറ്റോസും ട്രോഫീസൊക്കെ വെക്കുന്നത് ഇവിടെയാണ്. ഇത് അരുന്ധതിയുടെ ട്രോഫീസാണ്. ആ സെക്ഷൻ മൊത്തം എല്ലാം കാണാം. സൂപ്പർ. അപ്പം മൊത്തത്തിലെല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഞങ്ങളുടെ ഫോട്ടോസും ഉണ്ട്, അതേപോലെ കുറച്ച് ബുക്സും ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ മെയിൻ ഫയൽസും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇതെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ ഒരു വാളിൽ ഞാൻ ആക്ച്വലി ഇതുവരെ ചെയ്ത പടങ്ങളുടെ കുറച്ച് പോസ്റ്റേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്ത് എല്ലാം വെച്ചിട്ടില്ല, കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു വാള് ഞങ്ങൾ ആക്ച്വലി ഫാമിലി ഫോട്ടോസ് ഫസ്റ്റ് പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് മുരളിയാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പടങ്ങളിപ്പോൾ കുറച്ചായല്ലോ, ഒരു ഓർമ്മയ്ക്ക് എന്നുള്ള രീതിക്ക് ഒന്ന് നമുക്ക് എടുത്ത് വെച്ചാലോ അതിൻ്റെ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വോളിൽ എല്ലാ പടങ്ങളും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ തമിഴിലും മലയാളത്തിലും കുറച്ച് സിനിമകളുടെയൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇത് ബാക്കി ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇത് ഫുള്ള് നിറയണം എന്നാണ് ആഗ്രഹം. അത് നടക്കുമെന്ന് വിചാരിക്കണു. സോ ദിസ് ഇസ് ഇറ്റ്. ലൈബ്രറിയാണ്. ഇവിടെ ഇരുന്ന് വായിക്കൽ കുറവാണ്. ബട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിങ്ങനെ ഇരുന്ന് എല്ലാം നോക്കി 2 ബുക്കൊക്കെ എടുത്തിട്ട് പോയി. ഇവിടെ അരുന്ധതിക്ക് ഒരു റീഡിങ് സെക്ഷൻ ഉണ്ട്. ഇവിടെ അരുന്ധതിയുടെ ബുക്സ് കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഫയൽസും കുറച്ച് പേപ്പേഴ്സും ഇതൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ്. സോ ദിസ് ഇസ് ആർ ലൈബ്രറി. ഇത് ഞങ്ങളുടെ 3rd ബെഡ്റൂമാണ്. മേളത്തെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബെഡ്റൂമും ഒരേ പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നില്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു പാസേജാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഒരു വലിയൊരു മിറർ ഉണ്ട്. റൈറ്റ് സൈഡിൽ വാഷ്റൂം ഉണ്ട്. ഇവിടെ ഞങ്ങൾ മറ്റേ ഡ്രസ്സിങ് യൂണിറ്റും താഴത്തെ പോലെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അതിവിടെ പതുക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് മേക്കപ്പ് റൂമൊക്കെ കണ്ടില്ല, അവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ചെയ്ത് ലിവ് സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമായിരുന്നു. ഇവിടെ ഒരു ഇരുമ്പലമാരി കിടപ്പുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിക്ക് വേണ്ടി ഇട്ടേക്കണതാണ്. കാരണം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ മേടിച്ച കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി നോക്കി മേടിച്ച് അങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഗോദ്രേജ് സ്റ്റോറേജ് ആണിത്. ഇരുമ്പിൻ്റെ അലമാരി, നോർമൽ ഇരുമ്പിൻ്റെ അലമാരി. അപ്പോൾ നമ്മളത് മാറ്റില്ല, ഓർത്തത് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് ഇവിടെ ഇട്ടേക്കണേ. വേറെ ഒന്നുമില്ല, ആസ് യൂഷ്വൽ ബെഡും സൈഡ് ടേബിൾസ് അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു വർക്കും കാര്യങ്ങളൊന്നുമില്ല. മിനിമലായിട്ടുള്ള ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ യൂസ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. പിന്നെ വല്ലപ്പോഴും ഇപ്പോൾ അവിടെ ആരും കയറാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ വല്ലപ്പോഴും വന്ന് ഇവിടെ കിടക്കും. ഇത് ഞങ്ങളുടെ തിയേറ്റർ റൂമാണ്. ഫേർണിഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഉള്ളത് അരുന്ധതിയുടെ ടോയ്സും അതുപോലെ തന്നെ മുരളിയുടെ ജിമ്മിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതേപോലെ എൻ്റെ യോഗയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ തുറന്ന് കാണിക്കണം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ കുറച്ച് ദിവസം എന്തായാലും എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സ്പേസിൽ ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇനി ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ വരാനുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഫോർത്ത് ബെഡ്റൂം. ഇത് 4th ബെഡ്റൂം ഗസ്റ്റ് റൂമാണ്. പക്ഷേ ഇത് ബാക്കിയുള്ള റൂംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. ഇവിടെ കുറച്ച് എല്ലാം വുഡൻ്റെ സാധനങ്ങൾ മാത്രം ചൂസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം
ഇത് മനഃപൂർവ്വം ഇട്ടൊരു അലമാരിയാണിത്. കാരണം ഈ വുഡിൻ്റെ അലമാരി ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അമ്മമ്മ യൂസ് ചെയ്തിരുന്ന അലമാരിയാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടിട്ടതാണ്. ഗസ്റ്റ് വരുമ്പോൾ അവർക്കും സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാല്യുബിൾസ് വെക്കാനുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണ്ടത്തെ അലമാരിയാണ്, കുറച്ച് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ബട്ട് സ്റ്റിൽ അത് ഞങ്ങളൊന്ന് റെഡിയാക്കി എടുത്ത് ഇവിടെ ഇട്ടതാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് ബാൽക്കണി. താഴത്തെ പാഷ്യോ ഇല്ലേ, പാഷ്യോയുടെ പോലെ തന്നെ ടൈൽസ് ആയിട്ടിരിക്കുന്നത്, മീൻസ് ഓടായിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സാധാരണ ഓടല്ല കേട്ടോ, ഇത് പുറത്തുനിന്നുള്ള ഒരു പ്രത്യേക തരമുള്ള ഓടാണ്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇനി ഇത് സെറ്റ് ചെയ്തിട്ടില്ല, ഇനി കുറേ ചെടികളൊക്കെ ആയിട്ട് വരും. ഇവിടെ ഭയങ്കര രസമായിട്ട്, ഇവിടെ നിൽക്കാനും ഭയങ്കര രസമാണ്. ഇങ്ങോട്ടേക്കും ആക്സസ് ഉണ്ട്, ഇങ്ങോട്ടേക്കും ആക്സസ് ഉണ്ട്. നമ്മളെപ്പോഴും വിചാരിക്കില്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അവർ ഭയങ്കര എൻജോയ് ചെയ്യണം നമ്മുടെ ഇവിടുത്തെ സ്റ്റേ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചെയ്തതാണ്. ഇതിൻ്റെ മേളിൽ കുറച്ച് കലാവിരുദ്ധകൾ കണ്ടോ? അത് ആക്ച്വലി ഞാൻ പറഞ്ഞ രാവിലെ ഇവിടെ കുറേ പ്രാവുകളും തത്തയൊക്കെ വന്നിരിക്കും. അപ്പോൾ ഈ പ്രാവുകളുടെ ശല്യം കാരണം താഴെ മൊത്തം ചീത്തയാക്കിയിടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റേ ബേർഡിൻ്റെ സ്പൈക്ക് വെച്ചതാണ്. അപ്പോൾ വച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആകെ ഇതെന്തോ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ ബേസിൽ പറഞ്ഞു നമുക്കിതിൽ കുറച്ച് ലൈറ്റ് വെച്ച് പിടിപ്പിച്ചാലോ എന്ന് വെച്ചിട്ട് ഈവനിങ് ഒരു നൈറ്റ് ടൈമിൽ വരുമ്പോൾ ഈ ലൈറ്റ് വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്, നല്ല സുഖമാണ്. ഇപ്പോൾ ഇത് മഴയൊക്കെ പെയ്യാൻ പോകുന്നൊരു ഫീലിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര രസമാണ്. ഇവിടെ ഇനി പറഞ്ഞ പോലെ തന്നെ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാണ്ട് ഒന്നും തന്നെ ഞങ്ങൾ പണികളൊന്നും നോക്കിയിട്ടില്ല. ഞാൻ പതുക്കെ മേളിൽ ഈ ടെറസിൻ്റെ അവിടെ നിന്ന് ഒരു ഗാർഡനിങ്ങിനൊരു സെറ്റപ്പൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീടിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, പറ്റുവാണെങ്കിൽ രണ്ടുപേരെ കൊണ്ടുവരാമെന്ന്. ഈ വീടിൻ്റെ ആർക്കിടെക്ട്സ് ഡിക്കാസ അങ്കമാലി, ഓക്കെ, അവരായിരുന്നു. അപ്പോൾ ഇവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ്, രണ്ടുപേരാണ്, ജോൺ പോൾ ആൻഡ് ആൻ്റണി. അതിൽ ജോൺ എൻ്റെ കൂടെ സ്കൂളിൽ തൊട്ടിട്ടേ ഒരുമിച്ച് പഠിച്ചാണ്. അതുപോലെ മുരളിയുടെ കൂടെ കോളേജിൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. പിന്നെ ആൻ്റണി ഞങ്ങളുടെ സീനിയർ ആയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വീട് പണിയുന്ന സമയത്തൊക്കെ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നല്ല അടി ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവർ അതൊക്കെ പ്രോപ്പറായിട്ട് എന്താണെന്ന് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടല്ലോ, സത്യം പറയാം കേട്ടോ. കുറേ വരച്ചു വരുമ്പോൾ ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇത് വേണം, അത് വേണമെന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ക്ഷമയോടുകൂടി കേട്ട് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീട്, ഞങ്ങളിപ്പോൾ ഹാപ്പിലി വി ആർ സ്റ്റേയിങ് ഹിയർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീട് ഒരുക്കി തന്ന രണ്ടുപേരാണ്. അവരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. ഇവരാണ് രണ്ടുപേര്, ജോൺ പോൾ ആൻഡ് ആൻ്റണി. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് ചോദിക്കട്ടെ കേട്ടോ. ജോൺ, ഞാനിവിടെ നേരത്തെ പറഞ്ഞു, ജോൺ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ് രണ്ടുപേരും. പക്ഷെ സ്റ്റിൽ ആസ് എ ക്ലൈൻറ്റ് നോക്കുമ്പോൾ ഞങ്ങൾ കുറേ എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര പ്ലാൻ വരച്ച് കാണും? ആക്ച്വലി ഞങ്ങൾ കൗണ്ട് ചെയ്യാറില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് ഒരാൾ ഒരു പ്രാവശ്യം പണിയുള്ളൂ. അത് ഭയങ്കര ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലാക്കി വീട് പ്ലാൻ ചെയ്യുന്നതാണ്. അതായത് ചിലർ പറയുന്ന ഒരാളോട് പറഞ്ഞു തരണേ, എനിക്ക് വീടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഊഞ്ഞാല മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അത്രയും ചെറിയ ഭയങ്കര മൈന്യൂട്ട് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വീടെന്ന് പറയുമ്പോൾ, ഇപ്പം എൻ്റെ വീടെന്ന് പറയുമ്പോൾ എനിക്ക് സ്വപ്നമുള്ള മാതിരി എല്ലാവർക്കും ഓരോ വീടിനെ കുറിച്ച് സ്വപ്നം ഉണ്ടാവും. അപ്പോൾ ആ സ്വപ്നങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കുറേ ടൈം എടുക്കും. കാരണം എൻ്റെ ഒരു കാര്യം, എൻ്റെ മനസ്സിൽ എന്താണെന്ന് അത് രണ്ടുപേരുടെ കാര്യം മനസ്സിലാവും. ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ, ചിലപ്പോൾ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരെയും ആവശ്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് 8 മാസത്തോളം ഇങ്ങനെ വരെ മാത്രമായിട്ട് നടന്നില്ലായിരുന്നു. മേ ബി ഉണ്ടാവും. കാരണം നമുക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കുറേ പോയിട്ടില്ല. ഇതിൻ്റെയൊക്കെ പ്ലാൻ മാത്രമല്ല, ഇവർ നമുക്ക് 3D ആയിട്ട് കാണിച്ചും തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഞങ്ങൾക്ക്, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല, അപ്പോൾ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഒരു ബെറ്റർ ഐഡിയ എങ്ങനെയായിരിക്കും വീടിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു എലിവേഷൻ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു. അതായത് വീട് ഇപ്പോൾ മീൻസ് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണേക്കാളും നല്ലതായിരിക്കും വീഡിയോ കാണിക്കും, കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ചില മൈന്യൂട്ടായ ചെറിയൊരു ഇഷ്ടം പോലും ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് അവരുടെ വീടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനറിൻ്റെ ഒരു ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണേക്കാളും അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആസ് എൻ ആർക്കിടെക്ട് ഞാനൊരു ക്വസ്റ്റ്യൻ, ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു വൈവ പോലെ ആയിരിക്കും. ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ ഡിസൈനേഴ്സ്, സോറി ഡിസൈനേഴ്സ്. ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വന്നാണ്, ആളും വേറെ ബാക്ക്ഗ്രൗണ്ട്. ആ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിസൈനേഴ്സിൻ്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ആസ് എൻ ഇപ്പം ഞാൻ ഈ ക്ലയൻറ്റിൻ്റെ രീതിക്ക് ഞങ്ങൾ കുറേ ആവശ്യം പറഞ്ഞു, ലൈക്ക് വെന്റിലേഷൻ ഭയങ്കര കൂടുതലായിരിക്കണം, ഭയങ്കര ലൈറ്റിംഗ് ആയിരിക്കണം, പിന്നെ കൂടുതൽ ഞങ്ങളുടെ കേസിൽ നോക്കുമ്പോൾ വാസ്തു കൂടെ നോക്കണം, ഇത് അവിടെ വരാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലേ വീടുണ്ടായിരിക്കും? ഇപ്പൊ കുറച്ചെങ്കിലും ഉണ്ടോ? കാരണം അതെല്ലാം കൂടെ മീറ്റ് ചെയ്യിപ്പിക്കണമല്ലോ. ഹൗ ഡിഡ് യു ഡു ദാറ്റ്? ആക്ച്വലി അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോഴും കാണാറില്ല. ഒരിക്കലും എല്ലാ ക്ലയൻസും അവരവർക്ക് മൈന്യൂട്ടായ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് മനസ്സിലാക്കാം. പിന്നെ ഒരു പ്ലാൻ എത്ര പ്രാവശ്യം വരച്ചാലും കുഴപ്പമില്ല, നമ്പേഴ്സ് അവർക്ക് ഇഷ്ടമാവുക 100% ഇഷ്ടമാവണ വരെ വരയ്ക്കാം എന്നാണ് ഫസ്റ്റ് ഇത്.
ഇപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും ഇപ്പോൾ ഒരു സിനിമയുടെ കഥയാണ് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്ലാനാണ്. പ്ലാൻ നന്നായി സിനിമാറ്റിക് ടച്ചിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. ആക്ച്വലി നമ്മൾ ഒരു ആർട്ട് പോലെയാണ്. ആക്ച്വലി പ്ലാൻ ചീത്തയായി കഴിഞ്ഞാൽ വീട് ചീത്തയായി. അതുകൊണ്ട് അതിനോട് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു കേരള ടച്ച് വീടാണ് ആഗ്രഹമായിരുന്നത്. എന്നാൽ വീടിൻ്റെ അകം കൺജസ്റ്റ് ആയിട്ടൊന്നും വരാൻ പാടില്ല, നല്ല സ്പേസ് ആകണം, നല്ല വെന്റിലേറ്റ് ആകണം, നല്ല ലൈറ്റ് വേണം. പിന്നെ മെയിൻ കാര്യം 100% വാസ്തു ഫോളോ ചെയ്യണമെന്നുള്ളതായിരുന്നു. അതെ. അപ്പോൾ നമ്മൾ വാസ്തുവിനെ കാണുന്നത്, ഞാൻ ഇച്ചിരി കൂടി സയൻറ്റിഫിക് ആയിട്ട് വാസ്തുവിനെ കാണുന്നത് നമ്മുടെ വിശ്വാസം കൂടിയാണ്. പക്ഷെ ഞാൻ ചുണ്ടിനെ അതിൻ്റെ എല്ലാ പോയിന്റ്സും ആക്ച്വലി ഒന്നും അറിയാത്ത ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ വാസ്തു നോക്കി വീട് പണിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാസ്തു പറയുന്നത് എനർജി ലെവൽസിൻ്റെ കാര്യമാണ്. അതായത് ചൂടിൻ്റെയും നമ്മുടെ സൂര്യൻ്റെയും പിന്നെ വായുസഞ്ചാരം, ഇത് മാത്രമാണ് വാസ്തു പറയുന്നുള്ളൂ. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും മനസ്സിലാക്കാം. അപ്പോൾ വാസ്തു ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബേസിക്കലി ഞങ്ങൾ എല്ലാ വീണ്ടും ഞങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് വാസ്തു ഫോളോ ചെയ്യുന്നത് ഞങ്ങൾക്കും ഹാപ്പിയായ ഒരു കാര്യമാണ്. പിന്നെ ഇവർ രണ്ടുപേരുണ്ടല്ലോ, ഈ ഒരു ഡിസൈനിങ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ജോണിന്റെ ഒക്കെ ഒരു ഇൻട്രസ്റ്റ് കാരണം രണ്ടുപേരും വന്നത്. കാരണം രണ്ടുപേരും ഫീൽഡ് അതല്ല. പക്ഷെ എന്നിട്ടും ഇവരിപ്പോൾ എത്ര പ്രോജക്ട്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇവർക്ക് ഓൺഗോയിങ് കുറേ പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ലൈക്ക് നിങ്ങൾ ബേസ് ഇതല്ല, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് കാരണം കുറേ വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷമായി കുറേ വീടുകൾ കണ്ടിട്ടും ഉണ്ടാവും, കുറേ വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടാവും, പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആസ് എ ഡിസൈനർ ഞാൻ ഇത്രയും നേരം ആർക്കിടെക്ട് എന്നാ പറഞ്ഞത്, ആർക്കിടെക്ട് അല്ല, ഡിസൈനേഴ്സ്. ഓക്കെ ഫൈൻ. അപ്പോൾ ആസ് എ ഡിസൈനർ ഞങ്ങളുടെ ഫീൽഡിൽ ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്യാണ്. ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈൻ ചെയ്യുന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഞങ്ങൾ ചെയ്യണം. കാരണം ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 10-15 വർഷം മുന്നേ ഡിസൈൻ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ എന്താ കാര്യം, നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സാധനം അത് ചെയ്തു കൊടുക്കാൻ ഒരാളും വേണം, ടീം വേണം. അപ്പോൾ ഞങ്ങൾ ഫുൾ ടീം ഞങ്ങൾ സെറ്റ് ആണ്, കംപ്ലീറ്റ് ടീം നമുക്കുണ്ട്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇന്റീരിയർ ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, അങ്ങനെ ഒരു ഓൾമോസ്റ്റ് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ പോലെയാണ് ചെയ്യുന്നത്. അതായത് വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ആണോ കൺസ്ട്രക്ഷൻ ആണോ ഇന്റീരിയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെയാണ്. നന്നാവണമെന്നില്ല. ഞാൻ ആക്ച്വലി നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാണത്തില്ലായിരുന്നു. സത്യം പറയാം, ഇത്രയും ഈ 1.5 yearsന്റെ ഉള്ളിൽ ഈ വീട് ഇങ്ങനെയായി രണ്ടുപേരും ഇവിടെ കാണത്തില്ലായിരുന്നു. ഒന്നുമല്ല മുരളി കാണത്തില്ലായിരുന്നു, ഞാൻ കൂടുതൽ ചെന്നൈയിലായിരുന്നു. എനിക്ക് തോന്നുന്നു വീടിൻ്റെ ഒരു 1/4 ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇത്രയും നാളും നമ്മളവിടെ ഇല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും ഇവിടെ ഈ വർക്കേഴ്സ് അല്ലാണ്ട് ഇവരുടെ സൈഡിൽ നിന്ന് ഇവർ രണ്ടുപേരിൽ, അല്ലെങ്കിൽ ജോണിൻ്റെ ഒക്കെ അച്ഛൻ വന്ന് ഇവിടെ നിൽക്കുമായിരുന്നു. എല്ലാം നമുക്ക് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നിട്ട് അയ്യോ വീടിൻ്റെ പണി എന്തായിരിക്കും, പണിക്കാർ ഇവിടെ പണിയുന്നുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടായാലും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര റിലാക്സ് ആയിരുന്നു. മുരളി ഫോൺ വിളിക്കുമ്പോൾ അതവർ നോക്കണം, കുഴപ്പമില്ല, ഇത് തന്നെയായിരുന്നു. അപ്പോൾ ആസ് എ ക്ലൈൻറ്റ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സ് അതൊക്കെ വേറെ സൈഡിലോട്ട്, പക്ഷേ ആസ് എ ക്ലൈൻറ്റ് ഐ വാസ് റിയലി ഹാപ്പി. കാരണം നമ്മളില്ലെങ്കിൽ പോലും എല്ലാം മേൽനോട്ടം നോക്കി നന്നായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഇവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം മറന്നു, ഇപ്പോൾ വീണ്ടും കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ആസ് ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ വി ആർ ഹാപ്പി. കാരണം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. നന്നായിട്ട് വായുസഞ്ചാരം, നന്നായിട്ട് ലൈറ്റ്, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. കുറേ സ്പോട്ട്സ് എടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആസ് എ ഡിസൈനർ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ളൊരു ഇതാണല്ലോ നിങ്ങളുടെ കൺസെപ്റ്റ്. ഹൗ ഫാർ ആർ യു സാറ്റിസ്ഫൈഡ് ആസ് എ ഡിസൈനർ? അതിന്റെ ശരിക്കും ആൻസർ എന്ന് പറയുമ്പോഴേ അല്ല, എന്നാലും ഞങ്ങൾ ക്ലയന്റ് കുറെ ആവശ്യങ്ങൾ പറയും, പക്ഷെ നിങ്ങളുടെ മൈൻഡിലുള്ള വേറെ സാധനമാണ്. പക്ഷെ ഇത് ഇവര് ഒന്നും ഇങ്ങനെ ഒരു പ്ലാൻ വാസ്തു ഭയങ്കര ബോണ്ടായപ്പോ ഒരു പ്ലാൻ സ്റ്റക്കായി. അപ്പൊ ആ പ്ലാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടമായില്ല. വാസ്തു ഓക്കെയാണ്, നമുക്കത് മുന്നോട്ട് വന്നോളൂ. ഞാൻ പറഞ്ഞു മുരളി എനിക്ക് ആ പ്ലാൻ ഇഷ്ടമായില്ല, നമുക്കത് പൊളിക്കാം. ഇതൊന്നും ഞാൻ നമുക്ക് ഒന്നേന്ന് വരയ്ക്കാം. വാസ്തും നമുക്ക് 100% ആക്കാം, നമുക്ക് പ്ലാനും 100% ആക്കാം. രണ്ടിനും നമുക്കൊരു 100% എയിം ചെയ്യാം. 99 കിട്ടും. 99 അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് പറയുന്നത് ശരിയാണെന്ന് കേട്ടിട്ട് 99 നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങളും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ചാൽ എനിക്ക് പാഷ്യൂ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇവർക്ക് അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. വീട് എങ്ങനെ പാഷ്യൊക്കെ മുരളിയാണ് ശരിക്കും ഇങ്ങനെ വേണം അങ്ങനെ ഇവരെന്ന് പറയണ്ട, സ്പെസിഫിക്കലി മുരളി പറഞ്ഞത്. കാരണം ഞാൻ പിന്നെ വീട് ഒരു ട്രഡീഷണൽ മൂഡ് വേണമെന്ന് ഫീലും വേണമെന്ന്, പക്ഷെ പ്രാക്ടിക്കൽ ആവണമെന്ന്. ട്രഡീഷണൽ വീട് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കയറുമ്പോൾ ട്രഡീഷണലിൻ്റെ എലമെൻറ്റ്സ് കൃത്യമായിട്ട് എനിക്കത് കുറച്ചുകൂടി നോക്കിയാൽ പുറത്തുനിന്നുള്ള വ്യൂ കണ്ടാലാണ് ആ ട്രഡീഷണൽ വ്യൂ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അപ്പോൾ ഇതായിരുന്നു
ഞങ്ങളുടെ വീടിൻ്റെ ഡിസൈനേഴ്സ്. അപ്പോൾ ഇവരുടെ പേജും ഞാൻ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വാക്കുകൂടി പറഞ്ഞോട്ടെ. അതായത് ഇതിപ്പോൾ ഞാനും ആന്റണിയും മാത്രമല്ല, ഞങ്ങളൊരു വലിയ ടീമാട്ടോ. അപ്പോൾ എൻ്റെയോ ആന്റിയുടെ മാത്രം കഴിവല്ല, ഞങ്ങൾ DCAS എന്ന് പറയുന്നത് വലിയൊരു ഞങ്ങളുടെ ടീമാണ്, ടീം വർക്കാണ്. ഞങ്ങൾക്ക് ഡിസൈനേഴ്സ് ഉണ്ട്, ചെറിയ വർക്കേഴ്സ് തുടങ്ങി എല്ലാ ടൈപ്പ് വർക്കേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഒറ്റ ടീമാണ്. അപ്പോൾ ഓരോരുത്തരെയും പേർപ്പുണ്ട് ഈ വീട്ടിൽ. അതുകൊണ്ട് വലിയൊരു ടീം വർക്കാണ്. അപ്പം ഞങ്ങളുടെ മാത്രമല്ല, വലിയ ടീം വർക്കിൻ്റെയും ഒരു വിജയമായിട്ടത്. താങ്ക് യു. താങ്ക്സ്. അപ്പോൾ ജോൺ ആൻ്റണി, താങ്ക് യു സോ മച്ച്. ആസ് ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ ലൈക്ക് എവറി ടൈം ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ ഓരോ നൈറ്റ് സ്പെൻഡ് ചെയ്യുമ്പോഴും നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും ഞാൻ പാഷോയിലിരുന്ന് യോഗയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഫീലാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ പേഴ്സണലി കണ്ട് താങ്ക് യു പറയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വി ആർ ഹാപ്പി ഇൻ ദിസ് ഹൗസ്. ഞങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒഫീഷ്യലി പറയാണ്, മറ്റേതായിട്ടൊന്നും പഠിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവരുടെ പേജിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഇട്ടേക്കാം ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ. അപ്പോൾ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവരിപ്പോൾ അറ്റ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്സിൻ്റെയും ബാക്കിയൊക്കെ കോൺടാക്ട് നമ്പേഴ്സ് ഉൾപ്പെടെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണിയുമ്പോൾ ഇതുപോലെ ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ വീട്ടിലെ ബെഡ്റൂംസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഈ ഒരു സ്പേസിലേക്ക് പോവാം. എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ടെന്നല്ല, അതിൽ വേറെ സ്പേസ് ആട്ടോ ഇത്. ഇത് ആക്ച്വലി ബാൽക്കണിയാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു സ്പേസും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഇവരോട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഒരൊറ്റ വലിയൊരു സ്പേസ് ആണിങ്ങനെ. ചെറിയൊരു ഫംഗ്ഷൻ, ഒരു 19 പേരിലെ ഫംഗ്ഷൻ ആണെങ്കിലും നമുക്കിവിടെ നടത്താം. ഇവിടെ ആക്ച്വലി ഇത് ചെന്നൈയിലത്തെ ഈ പറഞ്ഞ പോലെ നൊസ്റ്റു അടിച്ച കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എല്ലാം മിക്കതും പഴയ സാധനങ്ങൾ ഇവിടുത്തെ. അപ്പോൾ ഈ സാധനങ്ങളിൽ ഒന്നാണ് ഇത്. പണ്ട് മേടിച്ച ഡൈനിങ് ടേബിളാണ്. അപ്പോൾ ഇത് കളയണ്ടല്ലോ. മേളിൽ ആക്ച്വലി ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഡിന്നർ കഴിക്കും. ഞാനും മുരളി അരുന്ധതിയും കൂടെ മേളിലേക്ക് എടുത്തോണ്ട് വന്ന് കുറച്ച് നേരം സംസാരിച്ച്. ഭയങ്കര ഓപ്പണാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടെ യോഗ ആൻഡ് ഡാൻസിന് വേണ്ടിയിട്ട് നമ്മൾ മിററൊക്കെ ഒരു സൈഡിൽ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യണം. കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. പതുക്കെ കുറച്ചേശ്ശെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. മേളിൽ ഓടും, അതിൻ്റെ മേലാണ് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ മേളിൽ ഓടും, താഴെയും തറയോട്, സാധാ തറയോട് അട്ടേക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പാണ് താഴെ. ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. അത് ക്ലോസ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഇടയ്ക്ക് പ്രാവൊക്കെ വന്നിരിക്കും. അതിൻ്റേതായിട്ടുള്ള ചീത്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. ബട്ട് സ്റ്റിൽ പ്രാവും തത്തയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തുണി മഴ പെയ്യുകയാണെങ്കിൽ തോരയിടാനായിട്ട് ചെറിയൊരു റാക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ സ്പേസ്. ഇതാണ് ഞങ്ങളുടെ വീട് അമരാവതി. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 months കൂടുതലായി. അപ്പോൾ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചേശ്ശെ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് നോക്കിയിട്ടാണ് പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിമൽ ഫർണിച്ചേഴ്സായിട്ട്, മിനിമൽ ഇൻറ്റീരിയേഴ്സായിട്ട്, അതേപോലെ ഒരുപാട് കാറ്റും വെളിച്ചവും കയറണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി, ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി വെച്ചൊരു വീട്. ഞങ്ങളുടെ ഡ്രീം ഹോം തന്നെ പറയാം. അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ഒരു എപ്പിസോഡും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.